ഇടറാതെ നോക്കണേ, ഇളകാതെ കാക്കണേ. ഈ ജന്മം ദൈവത്തിൻ ദാനമല്ലേ, തിരഞ്ഞെത്തി അഭിഷേകം ചെയ്തതല്ലേ. ഇന്ന് ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ ജോൺ മരി വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അൾത്താരെ ചുംബിച്ച് ക്രിസ്തുവിനെ കരങ്ങളിൽ ഉയർത്തുന്ന എല്ലാ പുരോഹിതരെയും നന്ദിയോടെ ഓർക്കേണ്ട ദിവസമാണെന്ന്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ ദൗത്യം എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തീർക്കുന്നത്. ക്രിസ്തുവിനെ കരങ്ങളിലെടുത്ത് ഇതിൻ്റെ ശരീരമെന്നും ഇതിൻ്റെ രക്തമെന്നും പറയുമ്പോൾ ആ അപ്പക്കഷ്ണം തിരുശരീരമായിട്ടും ആ വീഞ്ഞ് തിരുരക്തമായിട്ടും മാറുന്നത് പുരോഹിതൻ്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ആ കരങ്ങൾ ധന്യമാണ്, വിശുദ്ധമാണ്. ഈ ധന്യതയും വിശുദ്ധിയും ധ്യാനിച്ചുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗവും നമ്മൾ വായിക്കുന്നത്. 5 അപ്പം 5000 പേർക്കായി വിഭജിക്കുന്ന ക്രിസ്തുവിൻ്റെ മനോഹരമായ ഒരു മിനിസ്ട്രി. ഇതിൽ ആദ്യം ശിഷ്യന്മാരെന്ന് പറയുന്നത് എങ്ങനെയാണ്? കർത്താവ് ഇവരെല്ലാവരെയും നമുക്ക് പറഞ്ഞു വിടാം, കാര്യം ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണമല്ലോ, അതിപ്പോൾ പ്രാക്ടിക്കലി നടക്കില്ല. പിന്നീട് യേശു പറഞ്ഞു, ഇല്ല, നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പോഴാണ് 5 അപ്പവും 2 മീനുമുള്ള ആ ഒരു സാധ്യതയെ അവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുന്നതും അത് യേശു വിഭജിച്ച് എല്ലാവർക്കും കൊടുക്കാൻ പറയുന്നത്. ഇവിടെയാണ് കൃത്യമായിട്ട് അപ്പോസ്തലന്മാരുടെ ദൗത്യം അവർ നിറവേറ്റുന്നത്. ഒരു പുരോഹിതൻ്റെ ദൗത്യവും ഇതുതന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകും. എന്താണെന്ന് ചോദിച്ചാൽ, യേശു 5 അപ്പം 5000 പേർക്കായിട്ട് സ്തോത്രയാഗം ചെയ്ത് കരങ്ങളിൽ ഏൽപ്പിച്ചു. എന്നിട്ട് യേശു ചെയ്ത് ഇതാണ്, ശിഷ്യന്മാരുടെ കരങ്ങളിൽ അതെല്ലാം ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഇത് നിങ്ങൾ ജനങ്ങൾ കൊടുക്ക്. അവരെല്ലാവർക്കും കൊടുത്തു. അവരെല്ലാവർക്കും കിട്ടുന്നുവെന്ന് ഉറപ്പുവരുത്തി എല്ലാവർക്കും അവരവരുടെ ആവശ്യത്തിനൊത്ത് വിളമ്പി. എന്നിട്ട് അതിൽ ബാക്കി വന്നതിനൊക്കെ അവർ ശേഖരിച്ചു. എന്നിട്ട് കൃത്യമായിട്ട് അക്കമിട്ട് അവർ ക്രിസ്തുവിനോട് ചെന്ന് പറഞ്ഞു, 12 കുട്ട നിറയെ ബാക്കിയുണ്ട്. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജോലി അതാണ്. ഓരോ പുരോഹിതനും ഇന്ന് ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് ക്രിസ്തു ആശീർവദിച്ചതിനെ അക്കമിട്ട് കൃത്യമായി ഓരോ മനുഷ്യരുടെ മുമ്പിലും എത്തിക്കുന്നു. ക്രിസ്തുവിൻ്റെ കരുണയുടെ മുഖം വളരെ കൃത്യമായി മനുഷ്യരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത് പരിശുദ്ധ കുർബാനയുടെ രൂപത്തിൽ മാത്രമല്ല, കാരുണ്യ പ്രവൃത്തികളുടെ രൂപത്തിൽ, നന്മയുടെ രൂപത്തിൽ, സ്നേഹത്തിൻ്റെ രൂപത്തിലൊക്കെ പുരോഹിതരെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കത്തോലിക്കൻ്റെയും ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരും കേൾക്കാനില്ല എന്നൊക്കെ അറിയുമ്പോൾ ഓടിച്ചെന്ന് ദേവാലയത്തിൽ മുട്ടുകുത്താൻ ഒരു കുമ്പസാരക്കൂടുണ്ടെന്നും ആ കുമ്പസാരക്കൂടിനപ്പുറത്ത് ഒരു പുരോഹിതൻ എത്ര സമയം വേണമെങ്കിലും കേൾക്കാനുണ്ട് എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പുരോഹിതന് ക്രിസ്തുവിൻ്റെ മണമാണ്, സുഗന്ധമാണ്. ജീവിതത്തിൻ്റെ നിരാശയുടെ ഘട്ടങ്ങളിൽ ക്രിസ്തു കൂടെയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ ക്രിസ്തുവിൻ്റെ വചനം വിളമ്പുന്നതും പുരോഹിതനാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിലൊക്കെ വിശ്വാസത്തിൻ്റെ ആദ്യ ജ്ഞാനസ്ഥാനം മുതൽ ജീവിതാവസാനത്തിൻ്റെ മരണാനന്തര ശുശ്രൂഷ വരെ ഒരു പുരോഹിതൻ ഓരോ ജനത്തിൻ്റെയും മുമ്പിൽ അനുകമ്പയുടെ മുഖമായി മാറുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഓർക്കണം, അപ്പോസ്തലന്മാർ എത്ര ശ്രദ്ധയോടെയാണ് അവരുടെ കരങ്ങളിലെ അപ്പത്തെ മനുഷ്യരുടെ കരങ്ങളിൽ വിളമ്പിയത്. എന്നിട്ട് അവരുടെ വിളമ്പൽ കൊണ്ട് തന്നെ അതിൽ ബാക്കി വന്നു എന്നുള്ളതാണ്. ഒന്നും പാഴാകാതെ അവർ വളരെ കൃത്യമായി ഓരോരുത്തരുടെ കരങ്ങളിലും ദൈവത്തിൻ്റെ കരുണ എത്തിച്ചു. നമ്മൾ ഓർക്കണം, നമുക്ക് സുപരിചിതരായ ഏറ്റവും പ്രിയപ്പെട്ട നിരവധിയായ വൈദികർ, നിരവധിയായ പുരോഹിതർ ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ട്. ഏറ്റവും അധികം ഹൃദയത്തെ സ്പർശിച്ച വൈദികരുമുണ്ടാകാം, ചിലപ്പോൾ ഏറ്റവും അധികം വേദനിപ്പിച്ച വൈദികരുമുണ്ടാകാം. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, തീർച്ചയായിട്ടും അവരൊക്കെ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടേക്കും നിങ്ങൾ ഹൃദയത്തെ അവർ തൊട്ടിട്ടില്ലേ? ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പുരോഹിതരെയും ഹൃദയത്തിൽ നിന്ന് അകന്നിരിക്കുന്ന പുരോഹിതരെയും ദൈവത്തിൻ്റെ കരങ്ങൾ ഈ ഒരു ദിവസം പ്രത്യേകമായിട്ട് സമർപ്പിക്കണം. കാരണം അവർക്ക് ക്രിസ്തുവിൻ്റെ മണമാണ്, ക്രിസ്തുവിൻ്റെ സുഗന്ധമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മറന്നിടല്ലേ, നീയൊരു പുരോഹിതൻ, മരിക്കുവോളം നീയൊരു മഹോന്നതൻ. മറന്നിടല്ലേ, നീയൊരു പുരോഹിതൻ, മരിക്കുവോളം നീയൊരു മഹോന്നതൻ. ദൈവവിളി ലഭിച്ചവൻ നീ ഭാഗ്യമുള്ളോൻ, ആ ചിറകിൻ കീഴിൽ എന്നും നിന്ന ഭയം. മറന്നിടല്ലേ, നീയൊരു പുരോഹിതൻ.
വിശുദ്ധി തൻ പളുങ്കുപാത്രമേ, വിലയാർന്ന മൺകുടമേ, വിശ്വാസഗോപുരമേ, വെണ്മയാം വെള്ളരിപ്രാവേ, നിന്റെ പൊന്നമ്മയും നിൻ പ്രിയതാതനും കരൾ നൊന്തു പ്രാർത്ഥിച്ച ഫലമല്ലേ നീ. സോദരരും കൂട്ടരും ഒന്നു ചേർന്ന നാൾ ബലിവേദിയിൽ ചേർത്ത പുണ്യമല്ലേ. നിന്നപരാധത്താൽ നിറയരുതൊരു കണ്ണും കണ്ണീരൊപ്പാനല്ലേ ഈ ജീവിതം. കനിവുള്ള ഇടയൻ്റെ മുഖമാകണേ, മറന്നിടല്ലേ നീ ഒരു പുരോഹിതൻ. നീ ഉയർത്തുമ്പോഴും നീ വിളമ്പുമ്പോഴും നിന്നാത്മനാഥൻ്റെ ഗന്ധമുണ്ട്. നിന്നധരങ്ങളും നിൻ കരസ്പർശവും നിറവിൻ്റെ അനുഭൂതി പകരുന്നതും. ഇടറാതെ നോക്കണേ, ഇളകാതെ കാക്കണേ, ഈ ജന്മം ദൈവത്തിൻ ദാനമല്ലേ. തിരഞ്ഞെത്തി അഭിഷേകം ചെയ്തതല്ലേ, മറന്നിടല്ലേ നീയൊരു പുരോഹിതൻ. മരിക്കുവോളം നീയൊരു മഹോന്നതൻ. ദൈവവിളി ലഭിച്ചവൻ നീ ഭാഗ്യമുള്ളോൻ. ആ ചിറകിൻ കീഴിൽ എന്നും നിന്ന ഭയം, മറന്നിടല്ലേ നീയൊരു പുരോഹിതൻ. വിശുദ്ധി തൻ പളുങ്കുപാത്രമേ, വിശ്വാസഗോപുരമേ,